നാം ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നാം നേടുക തന്നെ ചെയ്യും. സമരാവേശത്തിന്റെ തീവ്രതയിലും വിക്ഷുബ്ധതയിലും അഹിംസയുടെ അതിർവരമ്പുകൾ തകർന്നുപോയി. സാഹിബിന്റെ വാക്കുകളേക്കാൾ അക്രമികളുടെ വാളുകൾ ആധിപത്യം നേടി. 1921 പൂക്കോട്ടൂരിൽ നടന്ന ലഹളയിൽ കലാപകാരികളും പട്ടാളവും നേർക്കുനേരെ ഏറ്റുമുട്ടി. അധികാരവും ആയുധബലവും ഒരു ഭാഗത്തും ആത്മബലവും സമരാവേശവും മറുഭാഗത്തുമായി നടന്ന ഏറ്റുമുട്ടലിൽ 350-ലേറെ പേർ മരിച്ചു. പൂക്കോട്ടൂർ ബാറ്റിൽ എന്ന് ചരിത്രത്തിന്റെ താളുകളിൽ സ്ഥാനം പിടിച്ച ഈ യുദ്ധത്തിലെ രക്തസാക്ഷികളായ 350 പേരെ 3 വലിയ കിണറുകളിലാണ് സംസ്കരിച്ചത്. ഒരു യുദ്ധം നടക്കുന്നതിന് 3 മാസം മുമ്പും ഇവിടെ ധാരാളക്കാരിലൊന്നുകൂടെ കൂടി ധാരാളക്കൊഴിഞ്ഞപ്പോൾ മഹമ്മദ് സാഹിബും മറ്റും വന്നിട്ട് അവരെ അമർത്തി. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞതിന് ശേഷമാണ് പൂക്കോട്ടൂർ യുദ്ധം കാണുന്നത്. ഇവിടെ ഒരു 300 ആളുണ്ടാവും കഷ്ടിച്ച്. അത് സുമാരേ പറയാൻ കഴിയുള്ളൂ. ഇത് 7 ദിവസം വേണ്ട മറയത് കഴിഞ്ഞത്. ഒരു ദിവസം 7 ദിവസം കഴിഞ്ഞിട്ടാണ് മുഴുവൻ പൂച്ച ആ ഭാഗത്തു നിന്ന് ഒരാളെ കിട്ടി. കണ്ടത്തിലിരുന്നു മരിച്ചതൊക്കെ ഇരുന്നു. അത് കൊയ്യുമ്പോൾ കണ്ടതാ. ആ മരിച്ചതാണ് പിന്നെ ഒടുവിൽ മറയത്. കലാപകാരികളെ അടിച്ചമർത്തുന്നതിനു വേണ്ടി അന്ന് രൂപം കൊടുത്ത പ്രത്യേക പോലീസ് സേനയാണ് MSP അഥവാ മലബാർ സ്പെഷ്യൽ പോലീസ്. പോലീസ് സേനയുടെ പ്രധാന ഭാഗമായി ഈ MSP വിഭാഗം ഇന്നും നിലകൊള്ളുന്നു. അനാഥരായ ഒരുപാട് കുട്ടികൾ, വൈധവ്യം ബാധിച്ച സ്ത്രീജനങ്ങൾ, തകർന്ന കൃഷിയിടങ്ങൾ, പട്ടിണി, ദാരിദ്ര്യം, ഇതായിരുന്നു മലബാർ കലാപത്തിന്റെ ബാക്കിപത്രം. അശരണരും നിരാശ്രയരുമായ ഇവരെ സഹായിക്കാനുള്ള ശ്രമങ്ങളുമായി സാഹിബ് മുന്നോട്ട് നീങ്ങി. 1923 ആന്ധ്രയിലെ കാക്കിനാടയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിൽ കലാപബാധിത പ്രദേശങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കുറിച്ച് സാഹിബ് ഉറുദുവിൽ ഉജ്ജ്വലമായൊരു പ്രസംഗം ചെയ്യുകയുണ്ടായി. ആ സമ്മേളനത്തിൽ വെച്ച് തന്നെ മൗലാന ഷൌക്കത്ത് അലി ചെയർമാനായിക്കൊണ്ട് മലബാർ റിലീഫ് കമ്മിറ്റി ഉണ്ടാക്കുന്നതിനും സാധിച്ചു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ യത്തീംഖാനയായ JDT ഇസ്ലാം അനാഥശാലയുടെ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് അബ്ദുൾ റഹ്മാൻ സാഹിബായിരുന്നു. പഞ്ചാബ് സ്വദേശിയായ പൊതുപ്രവർത്തകനും ധനാഢ്യനുമായ ഖസൂരി സാഹിബിനെ ലഹളബാധിത പ്രദേശത്തെ ദുരിതങ്ങൾ ബോധ്യപ്പെടുത്തുവാനും മലബാർ സന്ദർശനത്തിന് പ്രേരണ കൊടുക്കുവാനും സാഹിബിന് കഴിഞ്ഞു. അതിന്റെ ഫലമായിരുന്നു JDT ഇസ്ലാം എന്ന സംഘടനയും അനാഥശാലയും. 1924 ഒക്ടോബർ 12 കേരളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിൽ പുതിയൊരധ്യായം എഴുതി ചേർക്കപ്പെട്ട ദിവസമാണ്. അൽ അമീൻ എന്ന പേരിൽ ഒരു ദിനപത്രം ഇറങ്ങുന്നു. സ്വാതന്ത്ര്യ സമരത്തിന് പുതിയൊരു ജിഹ്വ കൂടി ഉണ്ടായപ്പോൾ അക്ഷരകേരളം ആവേശത്തോടുകൂടിയാണ് അത് ഏറ്റുവാങ്ങിയത്. പുതിയ എഴുത്തുകാരെ കണ്ടെത്തുന്നതിലും കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലം രൂപപ്പെടുത്തുന്നതിലും അൽ അമീൻ വഹിച്ച പങ്ക് നിസ്തുലമാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് പ്രചോദനം കൊടുത്തു. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ പൊരുതിയും ഭരണാധികാരികൾക്ക് താക്കീതും വഴികാട്ടിയുമായ മുഖപ്രസംഗങ്ങൾ എഴുതിയും അൽ അമീൻ പത്രധർമ്മത്തിന്റെ പാതകളിലൂടെ പതറാതെ മുന്നോട്ട് നീങ്ങി. പല പ്രസ്സുകാരും അച്ചടിക്കാൻ മടി കാണിച്ച കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ ആദ്യ പതിപ്പ് അൽ അമീനിൽ നിന്ന് മുഹമ്മദ് അബ്ദുൾ റഹ്മാനാണ് അച്ചടിച്ചു കൊടുത്തത്. അദ്ദേഹത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടിനും ധീരതയ്ക്കും നിദർശനമാണ് ഈ പ്രവൃത്തി. സ്വാതന്ത്ര്യ സമരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന കുറ്റം ചുമത്തിക്കൊണ്ട് 1930 അൽ അമീന്റെ പ്രസ് ഗവൺമെന്റ് പിടിച്ചെടുത്തു. അൽ അമീൻ പത്രത്തിന്റെ ചരിത്രപരമായ ദൗത്യം വളരെ വലുതായിരുന്നു. അത് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചതുകൊണ്ടാണ് അതിന്റെ പ്രസിദ്ധീകരണം നിലച്ചുപോയത്. വലതുപക്ഷ കോൺഗ്രസുകാരും ഹിന്ദുക്കളിൽ ഒരു വിഭാഗവും അൽ അമീനെ മാപ്പിള പത്രമെന്ന് മുദ്രകുത്തി. മുസ്ലിം യാഥാസ്ഥികരുടെ ദൃഷ്ടിയിൽ അൽ അമീൻ ഹിന്ദുക്കളെ സഹായിക്കുന്ന പത്രവും വഹാബി പത്രവുമായിരുന്നു. ഇത്തരം തെറ്റിദ്ധാരണകളും സർക്കാർ ഭാഗത്തു നിന്നുള്ള കടന്നാക്രമണവും അൽ അമീനെ ശ്വാസം മുട്ടിച്ചു.
സാഹിബിന്റെ ദാമ്പത്യ ജീവിതം വളരെ ഹ്രസ്വമായിരുന്നു. കറുകപ്പാടത്തിന് അമ്പനടിയൻ ചാലിൽ കുഞ്ഞിപ്പോക്കരുകുട്ടി മകൾ കുഞ്ഞു ബീവാത്തുവിനെയാണ് സാഹിബ് വധുവായി സ്വീകരിച്ചത്. 1926 മെയ് 26 ആരംഭിച്ച ആ ദാമ്പത്യ ബന്ധത്തിന് 3 വർഷം തികയുന്നതിന് മുൻപേ തന്നെ തിരശ്ശീല വീണു. മാരകമായ വസൂരി രോഗം ബാധിച്ചാണ് കുഞ്ഞു ബീവാത്തു മരിച്ചത്. തന്റെ ഭാര്യയുടെ മയ്യത്ത് എല്ലാ പരിശുദ്ധിയോടും കൂടി മറവ് ചെയ്യപ്പെടണമെന്ന് സാഹിബിന് നിർബന്ധമുണ്ടായിരുന്നു. ലോഡ്ജിന്റെ കുത്തനെയുള്ള ഗോവണിയിലൂടെ മയ്യത്ത് ഇറക്കിക്കൊണ്ടുവരാൻ അവിടെ കൂടിയിരുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞില്ല. അന്യപുരുഷന്മാർ തൊട്ട് മയ്യത്തിന്റെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ സാഹിബ് ആഗ്രഹിച്ചില്ല. സാഹിബ് തന്റെ പ്രിയതമയുടെ മൃതശരീരവും കൈകളിലേന്തി ഗോവണി ഇറങ്ങുന്ന കാഴ്ച അവിടെ കൂടിയിരുന്ന സജ്ജനങ്ങളുടെ കണ്ണുകളെ ഈറനണിയിച്ചു. കുഞ്ഞു ബീവാത്തുവിന്റെ അകന്ന ബന്ധുവിന്റെ മകനെ സ്വന്തം മകനെ പോലെ വളർത്തിക്കൊണ്ട് ഭാര്യയുടെ ഒരു അഭിലാഷം സാഹിബ് സാക്ഷാത്കരിച്ചു. പിൽക്കാലത്ത് ഏറെ പ്രസിദ്ധനായ എഴുത്തുകാരനും പത്രാധിപരുമായി അറിയപ്പെട്ട KA കൊടുങ്ങല്ലൂരാണ് ആ കുട്ടി. തികഞ്ഞ ഒരു ദേശീയവാദിയായിരുന്ന സാഹിബ് ഇന്ത്യ വിഭജനമെന്ന ആശയത്തെ ശക്തിയായി എതിർത്തു. ദ്വിരാഷ്ട്രവാദത്തിന്റെ അപകടത്തെ ജനസാമാന്യത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തനിക്ക് കിട്ടിയ എല്ലാ അവസരവും അദ്ദേഹം ഉപയോഗിച്ചു. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവായ മുഹമ്മദ് അലി ജിന്നയെ നേരിൽ കണ്ട് ഈ ആശയം ഉപേക്ഷിക്കാൻ പ്രേരണ ചെലുത്താനായി ബോംബെ വരെ പോയെങ്കിലും സാഹിബിനെ കാണാനുള്ള സന്മനസ് ജിന്ന പ്രദർശിപ്പിച്ചില്ല. അതുകൊണ്ട് നിരാശനായാണ് സാഹിബ് മടങ്ങിയത്. സാഹിബ് ഒരു ദേശീയവാദി മാത്രമായിരുന്നില്ല, മതകാര്യങ്ങളിൽ നിഷ്ഠ പുലർത്തിയിരുന്ന ഒരാത്മീയവാദി കൂടിയായിരുന്നു. ഏത് പ്രതിസന്ധിക്കിടയിലും നമസ്കാരവും നോമ്പും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നില്ല. ഈ വിലങ്ങൊന്നഴിക്കണം. എന്തിന്? ബാങ്ക് വിളി കേട്ടില്ലേ? എനിക്ക് നിസ്കരിക്കണം. അതൊക്കെ ജയിലിലോ വീട്ടിലോ ചെന്നിട്ട് മതി. ഇത് കോടതിയാ, ഇവിടെ അതിനുള്ള സൗകര്യമൊന്നുമില്ല. ഒരു മുസൽമാന് നിസ്കരിക്കാൻ വൃത്തിയുള്ള വെറും 4 അടി സ്ഥലം മതി. അതൊക്കെ ശരി, മതിയായ കാരണമില്ലാതെ പ്രതിയുടെ വിലങ്ങഴിക്കാൻ ഞങ്ങൾക്ക് ഒരു തമ്പുരാന്റെ കൽപ്പനയില്ല. കൽപ്പനയുണ്ട്, പടച്ച തമ്പുരാന്റെ കൽപ്പനയുണ്ട്. 5 നേരത്തെ നമസ്കാരങ്ങളിൽ ഒന്നുപോലും മുടക്കിക്കൂടുന്നു. ഈ ലോഹർ നമസ്കാരം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടുന്ന് ഒരടി പോലും മുന്നോട്ട് വെക്കില്ല. ഇത് വല്ലാത്ത പുലിവാലായല്ലോ. What's going on? This man no come. What's wrong with you? Mr. Officer, please hear what I have to say. I am a devout Muslim. For a believer in truth and God-fearing person like myself, prayer is like vital breath without which I can't survive. You can arrest me, torture me, put me in jail, for that you have the laws and the code which frame these laws. But remember, if you prevent me performing my prayers today, who knows, tomorrow you might be the accused in God's court and I the witness.
Fray him. മാർച്ച് 12 ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹം ആരംഭിച്ചു. ഏപ്രിൽ 13 പയ്യന്നൂർ കേന്ദ്രമാക്കി കേരളത്തിലും ഉപ്പു സത്യാഗ്രഹം തുടങ്ങിയെങ്കിലും കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. അബ്ദുൽ റഹിമാൻ സാഹിബും മൊയ്തു മൗലവിയും മുൻനിരയിലേക്ക് വന്നതോടെ സമരത്തിന്റെ ഗതി മാറി. ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നതിന് കൂടുതൽ ജനങ്ങൾ മുന്നോട്ട് വന്നു. 1930 മെയ് 12 കോഴിക്കോട്ട് കടപ്പുറത്ത് ഉപ്പുകുറിക്ക് നിയമം ലംഘിച്ച സാഹിബ് അടക്കമുള്ള സേനാനികളെ ആമു സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലുള്ള പോലീസുകാർ കിരാതമായി മർദ്ദിച്ചു. സാഹിബ് അടക്കം എല്ലാ സത്യാഗ്രഹികളെയും അറസ്റ്റ് ചെയ്തു. ജയിലിൽ കിടന്നുകൊണ്ട് അല്ലമീൻ പത്രത്തിനു വേണ്ടി എഴുതിയ മുഖപ്രസംഗത്തിൽ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനും മോക്ഷത്തിനും വേണ്ടി സർവവും ബലികഴിച്ചുകൊണ്ട് ദൈവമാർഗത്തിൽ ജീവത്യാഗം ചെയ്യേണ്ടത് ഒരു സത്യവിശ്വാസിയുടെ കടമയാണെന്ന് സാഹിബ് ആഹ്വാനം ചെയ്തു. കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഉണ്ടായിരുന്ന വ്യത്യസ്ത ഗ്രൂപ്പുകളിൽ ഇടതുപക്ഷത്തിന്റെ വക്താവായാണ് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ അറിയപ്പെട്ടത്. കെ കേളപ്പൻ, കെ എ ദാമോദരമേനോൻ, കോഴിപ്പുറത്ത്